സുഹൃത്തുക്കളിൽ നിന്ന് ഔഷധ സമിതിയുടെ സംസ്ഥാന രക്ഷാധികാരി സർ ചേറ്റൂർ സാറിൻ്റെ അടുത്ത് വന്നതാണ്. കാരണം ഇനിയിപ്പോൾ നമ്മളെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ ആഘോഷിക്കും. കണ്ടമാനം ലക്ഷം തൈകളൊക്കെ നടും, പക്ഷെ ഒന്നും മുളച്ച് ഒന്നുമില്ല എന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഭൂമിയിൽ വെക്കുന്ന തൈ 1 or 2 ആണെങ്കിലും കുറച്ച് വെച്ചാലും അത് പ്രൊട്ടക്റ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മളുടെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ സാറിന് അതിന് അഭിപ്രായം ഒന്ന് പറയാൻ വേണ്ടി എന്താണ് ചെയ്യട്ടെ? നമ്മൾ ചില തരം ചെടികൾ ഭൂമിയിൽ നിന്ന് വെള്ളത്തിന് വലിച്ചെടുക്കും. ചില തരം ചെടികൾ ഭൂമിയിലേക്ക് വെള്ളത്തിനെ പ്രദാനം ചെയ്യും. അപ്പോൾ ആ മാതിരി ചെടികൾ നോക്കി നമ്മൾ വെക്കണം. ഈ യൂക്കാലിപ്റ്റസ്, എക്കേഷ്യ ഒക്കെ വെച്ചാൽ ഭൂമിയുടെ അടിയിലുള്ള വെള്ളത്തിനെ അത് എടുത്തിട്ട് പുറത്തേക്ക് വിടുക ചെയ്യുന്നുണ്ട്. നേരെ മറിച്ച് ചിലത് ഭൂമിയിലേക്ക് ജലം തരുന്നുണ്ട്. അപ്പം ആ മാതിരി വൃക്ഷങ്ങൾ നോക്കിയിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാനായിട്ട്. അങ്ങനെ വന്നാൽ നമുക്ക് പിന്നെ കുറേ പുഴകളും നമ്മളുടെ നീരുറവകളൊക്കെ വറ്റാതെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും എന്നല്ലേ സാർ പറയണം? അതെ, ഓക്കെ, നല്ലൊരു ഇൻഫർമേഷനാണ്. നേരെ മറിച്ച് ഇപ്പം ആല് മുതലായ വൃക്ഷങ്ങൾ വെച്ചാൽ അത് നമുക്ക് വെള്ളം തരികയും ഈ കാർബണിനെ ബഹിഷ്കരിക്കുകയും ചെയ്യും. മാത്രമല്ല അത് ഓക്സിജൻ വായുവിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നത് കാരണം ഏറ്റവും ആരോഗ്യകരമാണ്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യം അപകടകാരികളായ അക്കേഷ്യ അല്ലെങ്കിൽ യൂക്കാലിപ്റ്റസ്, അതെ, മുതലായ വൃക്ഷങ്ങൾ ഒരു കാരണവശാലും ഭൂമിയിൽ നിലനിൽക്കാൻ അനുവദിക്കരുത്. നേരെ മറിച്ച് ആല് മുതലായത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശുദ്ധമായി തരികയും ഭൂമിയെ നനവ് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുകയും ചെയ്യും. ഇതിനെപ്പറ്റി ഞാൻ തന്നെ ആറ്റക്കോയ എന്ന് പറഞ്ഞ ആറ്റക്കോയ കേസ് എന്ന് പറഞ്ഞ പ്രസിദ്ധമായ വിധിയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് പ്രകൃതിയെ ചൂഷണം ചെയ്യാൻ പറ്റും, പക്ഷേ അവൾ തിരിച്ചടിക്കുമ്പോൾ നിങ്ങൾക്ക് അത് താങ്ങാൻ ആവില്ല എന്ന് ആറ്റക്കോയ കേസിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഭൂഗർഭജലം നമുക്ക് ഉണ്ടാകുന്ന തരത്തിലുള്ള വൃക്ഷങ്ങൾ മാത്രമേ നമ്മൾ വളർത്താവൂ. ഓക്കെ സാർ, ഈ ഒരു സന്ദേശം നമ്മളിപ്പോൾ നമ്മളുടെ ഔഷധ ഗ്രൂപ്പ് ഇതേ ഒരു സന്ദേശമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഫോറസ്റ്റിൻ്റെ ഒക്കെ ഏരിയയിലുള്ള ആളുകളൊക്കെ തന്നെ ഭൂമിയിലേക്ക് വെള്ളം കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള മരങ്ങൾ നടാനും, അതേപോലെ വെള്ളം മാത്രമല്ല വായും കൂടി, ശുദ്ധമായ വായും കൂടി ആവശ്യമാണ്. അപ്പോൾ ഏതായാലും ഞാൻ ദിബ്രുഗഡിൽ പോയിട്ട് അവിടെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് വരാം, കുറച്ചും കൂടി കാര്യങ്ങളെ കുറിച്ച് പഠിച്ചിട്ട് വരാം സാർ. ഓക്കെ, നല്ലത് വരട്ടെ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഈ നമുക്ക് പറഞ്ഞ ആറ്റക്കോയ